നമസ്കാരം. നമ്മുടെ ദിനപത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഇവിടെ കേരളത്തിലെ ഏറ്റവും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകൾ പ്രതിയായ മാസപ്പടി കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ED റെയ്ഡുകളെക്കുറിച്ചാണ്. 2-3 ദിവസങ്ങൾക്ക് മുൻപ് ഈ വീണയുടെ ഭർത്താവായ മുഹമ്മദ് റിയാസിൻ്റെ 6 സുഹൃത്തുക്കളുടെ കോഴിക്കോട്ടുള്ള വീടുകളിലാണ് റെയ്ഡ് നടന്നത്. ഓഫീസുകളിലുമൊക്കെ റെയ്ഡ് നടന്നു. ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ മനോരമ പത്രമൊക്കെ എടുത്തു നോക്കുമ്പോൾ അതിൽ കൂടുതലും ഓണക്കാലമായതുകൊണ്ട് പരസ്യങ്ങൾ വളരെ കൂടുതലാണ് എന്ന് മാത്രമല്ല, ഇപ്പോൾ ഫ്രണ്ട് പേജിൽ പോലും ഇന്നലെ രാഹുൽ ഗാന്ധി ഡൽഹിയിലെ ഏതോ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുത്തിയിരുന്ന ഒരു വാർത്തയാണ് വളരെ പ്രാധാന്യത്തോടു കൂടി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് അവിടെ കുത്തിയിരുന്നത് എന്നുള്ള കാര്യമൊക്കെ വിവരമുള്ളവർക്കറിയാം. അപ്പോൾ അതേക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത് കേരളത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയം ഈ മാസപ്പടി കേസ് തന്നെയാണ്. കാരണം പാർട്ടി സെക്രട്ടറി ആയിരുന്ന, മുഖ്യമന്ത്രിയായിരുന്ന, 2 തവണ മുഖ്യമന്ത്രിയായിരുന്ന, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരു പ്രമുഖ CPM നേതാവിൻ്റെ മകൾ കാണിച്ച ഒരു പെരും കൊള്ളയെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇതെല്ലാം മറച്ചു പിടിക്കുന്ന ഒരു നിലപാടാണ് നമ്മുടെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത്. ED എന്തെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാലോ സംസാരിച്ചാലോ ഒക്കെ ചെറിയ രീതിയിൽ ഒരു വാർത്ത കൊടുക്കും. പിന്നീട് ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ ആ ദൃശ്യങ്ങൾ ഇതുപോലെ മാധ്യമങ്ങൾ കാണിക്കും എന്നുള്ളതല്ലാതെ ഇതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ എല്ലാ സാധാരണക്കാർക്കുമുള്ള ഒരു സംശയമാണ് പിണറായി വിജയനെയും കുടുംബത്തെയും സംരക്ഷിച്ചു പിടിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം. ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ സഖാവ് G ശക്തിധരൻ, അദ്ദേഹം ഇതേക്കുറിച്ച് വളരെ കൃത്യമായിട്ട് തന്നെ ഒരു സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ആ കുറിപ്പ് ഞാൻ വായിക്കാം. മനോരമ CPMനെ വളർത്തുമ്പോൾ എന്ന തലക്കെട്ടിലാണ് ആ കുറിപ്പ്. അതിങ്ങനെയാണ്: ഉത്തമ മാധ്യമങ്ങളുടെ ഔദാര്യം കൊണ്ട് വളർന്നതല്ല CPM എന്നത് ആ പാർട്ടി ജന്മം കൊണ്ട നാൾ മുതലേ കേൾക്കുന്ന പല്ലവിയാണ്. ഒരു പടി കൂടി കടന്ന് മനോരമ ഞങ്ങളെ പുകഴ്ത്തി എന്തെങ്കിലും എഴുതിയാൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് കരുതിക്കൊള്ളണം എന്ന പഞ്ച് ഡയലോഗും EMSന്റെ തിരുവായിൽ നിന്ന് കേട്ടിട്ടുള്ളതും കേരളമുള്ള കാലത്തോളം മറക്കില്ല. പക്ഷേ ആ മനോരമ മുത്തശ്ശിക്ക് പൊടുന്നനെ എന്തുപറ്റി? CPM കേരളത്തിൽ നാളെയും ഉണ്ടാകുമോ എന്ന സന്ദിഗ്ധത ഒരു വലിയ ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുമ്പോൾ മനോരമ സ്വീകരിക്കുന്ന CPM സേവയെ ഞാൻ ഭയത്തോടെയാണ് കാണുന്നത്. മാസപ്പടി കേസിൻ്റെ പിരിമുറുക്കം മനോരമ നിവർത്തിയാൽ കാണാനാകില്ല. നേരത്തെ ഈ ബോംബ് അതിൻ്റെ മുഴുവൻ പ്രഹരശേഷിയോടെ വർഷിച്ചത് ദില്ലിയിലെ മനോരമയുടെ മിടുക്കൻ ജേർണലിസ്റ്റാണ്. പക്ഷേ ആ ആക്കവും ഊക്കും ഇപ്പോഴില്ല. മൃദു സമീപനം, അതാണ് പൈങ്കിളി സമീപനം. എന്തുകൊണ്ടാണ് ഈ മലക്കം മറിച്ചിൽ? ആരെയാണ് മനോരമ ഭയപ്പെടുന്നത്? പഴയ മനോരമ ഫയലുകൾ പരതിയാൽ നെല്ലും പതിരും തിരിച്ചറിയാം. മുഖ്യ കഥയ്ക്ക് പുറമെ എത്ര ഉപകഥകളാണ് CPMൻ്റെ കഥ കഴിക്കാൻ മനോരമ എഴുതിക്കൂട്ടാറുള്ളത്? എന്തേ മനോരമയുടെ കുഞ്ചുകുറുപ്പ് അവധിയിലാണോ? അതോ വീണയെ പോലുള്ള സ്ത്രീകളോടല്ല പരാക്രമം കാട്ടേണ്ടതെന്ന് ആരെങ്കിലും ഉപദേശിച്ചോ? മുഖപ്രസംഗം എഴുത്തുകാരൻ്റെ സാരോപദേശം പോക്കറ്റടിച്ചോ? മുഖപ്രസംഗത്തിന് ചേർന്നതല്ലേ ഈ കൊള്ള? അതോ മോദിയുടെ ED നാളെ വേഷപ്രച്ഛന്നനായി പഴയ തിരുവിതാംകൂർ ദിവാനായി വരുമെന്ന് ഭയമുണ്ടോ? ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ വായിച്ചത് അതേപടി ഉദ്ധരിക്കട്ടെ. റെയ്ഡിൽ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന അഭിപ്രായം ചില നേതാക്കൾക്കുണ്ട്. പ്രതിഷേധ പ്രകടനത്തിന് വേണ്ട പങ്കാളിത്തമുണ്ടായില്ല. നഗരപരിധിയിലെ പല പാർട്ടി ഘടകങ്ങളും ഇതിനോട് സഹകരിച്ചില്ലെന്ന അഭിപ്രായവും മുതിർന്ന നേതാക്കൾക്കടക്കം ഉണ്ടായിട്ടുണ്ട്. ഇത്രയെങ്കിലും എഴുതാൻ തന്തയ്ക്ക് പിറന്ന ഒരു പത്രപ്രവർത്തകനും ഇല്ലേ? മുമ്പ് പാർട്ടിക്ക് കേരളത്തിലുണ്ടായിരുന്ന 5 ലക്ഷം അംഗങ്ങളിൽ വലിയൊരു വിഭാഗം പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്ന സത്യം വിളിച്ചു പറയാനുള്ള ആർജവമാണ് ഒരു പത്രപ്രവർത്തകന് വേണ്ടത്. ശിഖണ്ഡികളെയല്ല. ഇത് മനോരമയിൽ മഷിയിട്ട് നോക്കിയാലും കാണില്ല. അതാണ് മനോരമയിലെ മാറ്റം. അതുകണ്ട് കരയണോ ചിരിക്കണോ? എന്നാൽ റിയാസിനായി പാർട്ടി രംഗത്തിറങ്ങും എന്ന് അണികളെ എഴുതി ആവേശം കൊള്ളിക്കുകയാണ് മനോരമ. പാർട്ടിക്ക് കൈയൊഴിഞ്ഞു നിൽക്കാനാകില്ല എന്നും അണികളെ പിരികയറ്റുകയാണ് മനോരമ. എന്തൊരു മാധ്യമധർമ്മം! കയ്യെഴുത്തു കണക്കുകൾ ഉയർത്തിക്കാട്ടി വീണയെ വിരട്ടാൻ നോക്കിയാൽ അത് ഏശില്ലെന്ന് സുപ്രീം കോടതി വിധികൾ ഉദ്ധരിച്ച് CPM അണികളെ പഠിപ്പിക്കാനും മനോരമ ഉദാരമായ നിയമോപദേശം ഉദ്ധരിക്കുന്നുണ്ട്. ജേകപൊക ജെയിൻ ഹവാല കേസാണ് അതിൽ ഉദാഹരണമായി മനോരമ ഉദ്ധരിച്ചിരിക്കുന്നത്. ആ ഡയറി പൊക്കിപ്പിടിച്ച് അന്നത്തെ CPM നേതാവ് സോമനാഥ് ചാറ്റർജി ലോക്സഭയിൽ ഉയർത്തിയ അവകാശവാദം സഭയിൽ മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഈയുള്ളവൻ്റെ ചെവിയിൽ ഇപ്പോഴും പ്രകമ്പനം കൊള്ളുന്നു. എൻ്റെ പാർട്ടിയിലുള്ള ഒരാളും ഈ ഡയറിയിലില്ല. സോമനാഥ് ചാറ്റർജിയുടെ ആവേശത്തിമർപ്പിൽ എനിക്കും അപ്പോൾ കൈയടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ സംയമനം പാലിച്ചു. ഇന്നോ PB അംഗവും മകളുമാണ് കരിമ്പട്ടികയിൽ. സഖാക്കളെ, നമ്മൾ എന്തിനു വേണ്ടി പൊരുതി എന്ന് ചോദിച്ചുകൊണ്ടാണ് G ശക്തിധരൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്.
തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ചില കാര്യങ്ങളെ മറച്ചു പിടിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും അയാൾക്കും അയാളുടെ മകൾക്കുമെതിരെ വരുന്ന വാർത്തകളെ മറച്ചു പിടിക്കാനായി നമ്മുടെ മാധ്യമങ്ങൾ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. അവരെ പ്രതിസന്ധിയിലാക്കുന്ന എന്തെങ്കിലും ഒരു വാർത്ത വന്നാൽ അതിനെ മറച്ചു പിടിക്കാൻ ഇവർ മറ്റേതെങ്കിലും ഒരു അപ്രധാന വാർത്ത എടുത്ത് ആ വാർത്തകളാണ് ലൈവായി പലപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വീണയുടെ വിഷയമൊക്കെ എത്രയോ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. മുഖ്യമന്ത്രി ആയിരുന്നിട്ട് പോലും ആ സമയത്ത് പോലും ഇത്തരത്തിൽ മാധ്യമങ്ങൾ ഈ രീതിയിൽ പ്രവർത്തിച്ചു. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തെത്തി പിണറായി വിജയൻ. പക്ഷേ എന്നിട്ട് പോലും അയാളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് നമ്മുടെ മാധ്യമങ്ങൾ നിർഭാഗ്യവശാൽ സ്വീകരിക്കുന്നത്. 2 ദിവസം മുമ്പാണ് കോഴിക്കോട് റിയാസിൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ ഇത്തരത്തിൽ റെയ്ഡ് നടന്നത്, EDയുടെ റെയ്ഡ് നടന്നത്. അതിൻ്റെ പിറ്റേന്നാണ് ഇവിടെ കണ്ണൂരിൽ പാട്യത്ത് ഒരു പുലി പന്നിക്കണിയിൽ വീണത്. ഈ മാധ്യമങ്ങളെല്ലാം ആ പുലിയുടെ പിന്നാലെയായിരുന്നു. അതാ പുലി പന്നിക്കണിയിൽ വീണു, പുലി അതാ കോട്ടുവായിടുന്നു, അതാ പുലി വാലിട്ടടിക്കുന്നു, അതാ പുലി അങ്ങോട്ട് നോക്കുന്നു, അതാ പുലി ഇങ്ങോട്ട് നോക്കുന്നു. ഇതാണ് നമ്മുടെ മാധ്യമങ്ങൾ. ആലോചിച്ച് നോക്കൂ, എത്ര ഗതികെട്ടവന്മാരാണ് ഈ വൃത്തികെട്ടവന്മാരാണെന്ന്. ഇതാണോ മാധ്യമധർമ്മം? ഇങ്ങനെയാണോ മാധ്യമങ്ങൾ ഓരോ വാർത്തകളും റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഒരു പുലി അവിടെ പന്നിക്കണിയിൽ വീണോ, അത് ചാവുകയോ അല്ലെങ്കിൽ അതിനെ പിടിച്ച് വനത്തിൽ വിടുകയോ ചെയ്യും. അതിന് ഇവന്മാർ ക്യാമറയും തൂക്കി OB വാനും കൊണ്ട് അതിൻ്റെ മൂട്ടിൽ ചെന്ന് നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? സത്യമായി ഞാൻ അപ്പോഴും ഓർത്തുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയെങ്കിലും പുലി ഈ പന്നിക്കണിയിൽ നിന്ന് ചാടി യുവന്മാരെ നേരെ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്നാണ്. കേരളത്തെ സംബന്ധിക്കുന്ന വിഷയം ഇതാണോ? ഇവിടെ പൊതുജനങ്ങളെ സംബന്ധിക്കുന്ന എത്രയോ വിഷയങ്ങളുണ്ട്. സർക്കാരിൻ്റെ വീഴ്ചകൾ 3 മാസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. സർക്കാരിൻ്റെ പല വീഴ്ചകളും ഉണ്ട്. ഇതൊന്നും ചർച്ച ചെയ്യാതെ, ഈ മാസപ്പടി കേസ് ഒന്നും ചർച്ച ചെയ്യാതെ പുലി വാലിട്ടടിക്കുന്നതും കോട്ടുവായി ഇടുന്നതുമാണ് യുവന്മാരുടെ പ്രശ്നം. എന്തായാലും സഖാവ് G ശക്തിധരനെ പോലെയുള്ള കുറേ പേരെങ്കിലും ഇവിടെ വേണം. അവരാണ് ഈ നാടിൻ്റെ ശക്തി.